യാഗമായി സ്വന്തം ജീവനെ തന്നതിനാ യാഗം സങ്കേതമായി എന്റെ കൂടെയുണ്ട് അവൻ മാത്രമൻ നല്ലിടയൻ തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മനോഹരമായ ഒരു നല്ല പ്രഭാതത്തിൽ വീണ്ടും ഒരുമിച്ച് കാണുവാൻ സ്വർഗത്തിന് നല്ല നാഥൻ ഇടയാക്കിയ വിധങ്ങളോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഒരേപോലെ അല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇനി വേദ പുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്നും ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. അപ്പോൾ 1ഉം 2ഉം പുനരുത്ഥാനത്തിൻ്റെ വിഷയത്തെ ആസ്പദമാക്കിയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ കൊണ്ട് പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. സയാമസ് ഇരട്ടകൾ ഒരേപോലെയാണ് അല്ലേ? പക്ഷെ തെറ്റാണ്. ഇവിടെ ഫെർട്ടിലിറ്റി ചികിത്സകളുടെ വർധനവോടെ കഴിഞ്ഞ 30 വർഷത്തിനിടയെ അമേരിക്കയിൽ ജനിച്ച കുട്ടികളുടെ അല്ലെങ്കിൽ ഇരട്ടകളുടെ എണ്ണം 76% ഉയർന്നു. പക്ഷെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇരട്ടകൾ മജാസ് സെൻസിൽ ജനിക്കുന്നു എന്നുള്ളതാണ്. ഓരോ 100 ജനനങ്ങൾക്കും 4.5% ഇരട്ടകൾ അവിടെ ജനിക്കുന്നു. ഇരട്ടകളുടെ വർധനവ്, പ്രത്യേകിച്ച് സയാമിസ് ഇരട്ടകൾ യഥാർത്ഥത്തിൽ എത്രത്തോളം സമാനമാണെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് രാജ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ, കേട്ടുകൊണ്ടിരിക്കുന്നതായ, അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ സുപ്രധാനമായ വിഷയങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വരവ്, ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനം ഇതിനെക്കുറിച്ചുള്ളതാണ്. ഇവിടെ ശരിയാണ്, സയാമിസ് ഇരട്ടകളുടെ പല കൂട്ടങ്ങളും അവരുടേതായ ഒരുപക്ഷെ സ്വന്തം ഭാഷ കണ്ടുപിടിക്കുന്നു. അവരവരുടെ ഏത് സമാനമായ വിധത്തിൽ ജനിച്ചിരുന്നാലും അവരവർ എന്ത് ചെയ്യുന്നു? ഭാഷകളിൽ അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സയാമിസ് ഇരട്ടകൾക്ക് എല്ലായ്പ്പോഴും ഒരേ ജനിക ശാസ്ത്രം ഉണ്ടായിരിക്കണമെന്നുമില്ല, വ്യത്യാസമായിരിക്കും. അവർ ഒരേ DNA പങ്കിടുന്നുണ്ടെങ്കിലും ഉത്തരം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇരട്ടകൾക്ക് ഒരേ വിരലടയാളം ഉണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സയാമിസായി ജനിക്കുന്ന കുട്ടികൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ അവർ ഇരട്ടകളാണ് അല്ലെങ്കിൽ ഒന്നുപോലെ നമുക്ക് തോന്നുമെങ്കിലും അവരുടെ വിവിധ കാരണങ്ങളാൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ഒരാൾ വലം കൈനും മറ്റത് ഇടം കൈനുമായിരിക്കും. പക്ഷേ അവരുടെ ചുഴികൾ എതിർദിശയിലായിരിക്കാം. മറുകൾ പോലും ശരീരത്തിൻ്റെ എതിർഭാഗങ്ങളിലാകും ഉണ്ടാക്കുക. അങ്ങനെ വ്യത്യാസങ്ങളായ ശരീരങ്ങളോടുകൂടെയാണ് വാസ്തവത്തിൽ ഈ സയാമിസുകൾ ജനിക്കുന്നത്. ഇതുപോലെയാണ് 2 പുനരുത്ഥാനങ്ങൾ, 1ഉം 2ഉം പുനരുത്ഥാനങ്ങൾ. വാസ്തവത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശക്തമായി നമ്മളോട് അറിയിച്ചിരിക്കുന്നത് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് അവർ കാത്തിരിക്കുന്ന പോലെ ഞാനും ദൈവത്തിങ്കൽ ആശംസിച്ചു. നമ്മളെല്ലാവരും ഒരുപക്ഷെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവ് നാളെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ്. പക്ഷേ 2 പുനരുത്ഥാനം ഉണ്ടെന്നും അവ ഒരുപോലെ അല്ലെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. സയാമിസുകൾ വ്യത്യാസമുള്ളതുപോലെയാണ് 1ഉം 2ഉം പുനരുത്ഥാനങ്ങൾ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൽ വിശുദ്ധന്മാരുടെ ഉയർപ്പും അതുപോലെ 1000 ആണ്ട് വാഴ്ച അവസാനിക്കും മുമ്പായി ദുഷ്ടന്മാരുടെ ഉയർവും. അപ്പോൾ 2 വ്യത്യാസമില്ലേ? ഈ 2 വ്യത്യാസങ്ങളെയാണ് ഇന്നിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇതിങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്,
കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. അപ്പോൾ 1ഉം 2ഉം പുനരുത്ഥാനം, അല്ലെങ്കിൽ 2 പുനരുത്ഥാനം. 1 വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ്, 2 അശുദ്ധന്മാരുടെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ പുനരുത്ഥാനമെന്ന് വേദപുസ്തകത്തിലുണ്ട്. 1 എങ്ങനെയാണ്? കല്ലറുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, നീതിമാന്മാർ. നന്മ ചെയ്തവർ ജീവനായി നിത്യജീവനായി പോകും, തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരികയാണ്. അപ്പോൾ ആദ്യത്തെ പുനരുത്ഥാനം 2ആം വരവിൽ നടക്കുന്നു. നമുക്കറിയാവുന്ന ഭൂമിയിലെ 4 വിധമായ ആളുകൾ യേശുക്രിസ്തുവിന്റെ വരവ് ജീവിച്ചു. 1 ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ, 2 മരിച്ചുപോയ വിശുദ്ധന്മാർ, 3 ജീവിച്ചിരിക്കുന്ന ദുഷ്ടന്മാർ, 4 മരിച്ചുപോയ ദുഷ്ടന്മാർ. ഈ സമയത്താണ് ഈ ലോകം നിലനിൽക്കുന്നത്. ആ സമയത്ത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ്. അപ്പോൾ ആദ്യത്തെ പുനരുത്ഥാനം 2ആം വരവിൽ നടക്കുന്നു. അത് വിശുദ്ധന്മാരുടെ ഉയർപ്പാണ്. അതിൽ നീതിമാന്മാരായ മരിച്ചവർ കല്ലറകളിൽ നിന്ന് ഉയർത്തപ്പെടും, അതിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് 1 തെസ്സലോനിക്കർ 4-16 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗം നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളതാണ്. സ്തോത്രം. ഒരു വലിയ അത്ഭുതകരമായൊരു കാഴ്ചകൾ നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. വാസ്തവം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ തന്നെയാണ് യേശുവിൻ്റെ വരവിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവകൽപ്പനയും യേശുവിലെ വിശ്വാസം കാത്തുകൊള്ളുന്ന ദൈവമക്കളുടെ വലിയ ഉയർപ്പ്. കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, ആശുപത്രികൾ, സെമിത്തേരികൾ ഒന്നുമില്ലാത്ത ആ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ യേശു വരികയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ വായിക്കും, മരിച്ചവർ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. വെളിപാട് പുസ്തകം 20:5 നമ്മൾ വായിക്കും. 1ആം പുനരുത്ഥാനം ഉയർക്കപ്പെട്ടവരുടെ അനുഗ്രഹീതരെന്നും 2ആം മരണത്തിന് അധികാരമില്ലാത്തവരെന്നും വിളിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിൻ്റെ സംഭവങ്ങൾ, അത് വേദപുസ്തക ചരിത്രങ്ങൾ, വേദപുസ്തകത്തിൻ്റെ താളുകൾ നമ്മളെ വിളിച്ചറിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ 2ആം വരവിൽ വിശുദ്ധ ഗണങ്ങളിലൂടെ നമ്മളും വിശുദ്ധരായി ഒരുവൻ ജീവനോടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ, യേശുവിൻ്റെ വരവെന്നാളിൽ എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് വിശുദ്ധിയുള്ളവരായി ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുള്ളവരായി നമുക്കൊരു ജൈത്രയാത്ര, അതും വിശ്വാസത്തിൻ്റെ ഒരു ജൈത്രയാത്ര ആരംഭിക്കാം. അതിനായി ഒരുങ്ങാൻ, പ്രാർത്ഥിക്കാം, കണലടയ്ക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. പ്രേക്ഷകരായ അവിടുത്തെ ജനത്തെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു പക്ഷേ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ രോഗികളായിട്ടോ മറ്റിതര വിഷയങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളായിട്ടാണോ ആയിരിക്കുന്നുവെങ്കിൽ യേശുവിൻ നാമത്തിൽ അവർക്ക് വിടുതലും ആശ്വാസം നൽകണം. യേശുവേ, ഒരേപോലെയല്ല മനുഷ്യര്. 1ഉം 2ഉം പുനരുത്ഥാനമുണ്ട്. 1ആം പുനരുത്ഥാനം നീതിമാന്മാരുടെ ആണ് എന്നിൽ ആ നീതിമാന്മാരുടെ പട്ടികയിൽ ഞങ്ങളുമുണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.